Now come on party people, let me hear you scream. ഇപ്പൊ കുറച്ചു ദിവസമായി നമ്മൾ രാഷ്ട്രീയം മാത്രമേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളൊന്ന് കഥ മാറ്റി പിടിക്കാട്ട. ഇന്ന് നമ്മൾ പറയുന്ന കഥയാണ് വാട്സപ്പിനെ സ്നേഹിച്ച ഫേസ്ബുക്കിന്റെ കഥ. അല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി ഫേസ്ബുക്ക് ഒറ്റയാനായിട്ട് ഇങ്ങനെ വലിസല്ലായിരുന്നോ? ഇതുപോലെ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. എന്നോട് കളിക്കാൻ ഏതവരെങ്കിലും നട്ടലുള്ളവരെങ്കിൽ ഇറങ്ങി വാ. കീഴേ വെച്ച് ആരാന്ന് കാണിച്ചു തരാം. ഒരുത്തനുള്ളല്ലേ, നട്ടലുള്ള ഒരുത്തനുള്ളല്ലേ. നീ ഏത് തന്നെയാടാ? വാട്സപ്പ്. എന്താടാ കുറിച്ച് നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. അങ്ങനെ ഈ വാട്സപ്പ് വന്നതോടുകൂടി ഫേസ്ബുക്കിന് ചെറിയൊരു അടിയായി. മിക്ക ആളുകളും ഫേസ്ബുക്കിനെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തി കൂടുതൽ സമയം വാട്സപ്പിന്റെ പിറകെ പോയി. അപ്പൊ നമ്മളെ സുക്കർബർഗ് മൈലാളി എന്ത് ചെയ്തു? ഇതുപോലെ ചെയ്തു. എല്ലാവരോടും കൂടി പറയാണ്, ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. $19 ബില്യൺ കൊടുത്തിട്ടല്ലേ ഫേസ്ബുക്ക് വാട്സപ്പിനെ സ്വന്താക്കിയത്. എന്തായാലും സുക്കർബർഗ് നല്ലൊരു സംഖ്യ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട് കേട്ടാ. Now come on party people, let me hear you scream. Only on Super 94.7 FM.